മക്കൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം വേണ്ട എന്ന് തീരുമാനിച്ചവരാണ് കലാകാരനായ ജോൺ ബേബിയും ഭാര്യ മിനിയും. പെയിന്റിംഗ്, സിനിമ, യാത്ര, നൃത്തം തുടങ്ങി വിവിധ മേഖലകളിൽ സജീവമാണ് മക്കളായ മിനോണും മിന്റുവും. 101 ചോദ്യങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് വരെ ഈ മിനോൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ബാല്യം എന്ന് പറയുന്ന സാധനം വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ഇല്ലാതാക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് താല്പര്യമില്ലായിരുന്നു. ഏതെങ്കിലും വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുട്ടികളില്ലാതെ ജീവിക്കും. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് അവർ ജീവിക്കട്ടെ എന്ന് കരുതും. വായിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രം അക്ഷരം പഠിച്ച ആൾക്കാരാണ് ഞങ്ങൾ. എന്താ പറയുക, അതിനകത്ത് ജോലി കിട്ടണം എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ പരീക്ഷ എഴുതണമെന്നോ വേറെ ഒരുപാട് പൈസക്കാർ വേറെ ടാർഗറ്റുകളൊന്നും ഇല്ലാതെ കഥ വായിക്കാൻ വേണ്ടിയിട്ട് നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടി ഭാഷ പഠിച്ച ആൾക്കാരാണ്. അച്ഛനും അമ്മയൊക്കെ സഹായിച്ചിട്ടുണ്ട്. ഇനി അച്ഛനും അമ്മയും നമ്മൾ അടുത്തില്ലെങ്കിൽ വഴി കൂടെ പോകുമ്പോൾ ഒരു ബോർഡിൽ ഒരു അക്ഷരം നമുക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും തൊട്ടടുത്തിരിക്കുന്ന ആളോട് നമ്മൾ ചോദിക്കും അതെന്താണെന്ന് ചോദിക്കുമായിരുന്നു. അതിപ്പോഴും ചോദിക്കും. പ്രകൃതിയിൽ നിന്നും പിന്നെ ചുറ്റുപാടിൽ നിന്നൊക്കെ ഒത്തിരി പഠിക്കാനുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ സ്കൂളിൽ വിടാതെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ പല കുട്ടികളും പല റേഞ്ചിലാണ്. അപ്പോൾ ചില കുട്ടികൾ വേഗം പലതും പഠിക്കും, ചിലർ പതുക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നിരുത്തി ഇന്ന സമയം കൊണ്ട് ഇത്ര പഠിക്കണം എന്നുള്ള രീതിയേക്കാളും അവരവർക്ക് ഇഷ്ടമുള്ളത് അവരവർക്കാവുന്നത് പോലെ പഠിക്കട്ടെ എന്നുള്ളതായിരുന്നു ഒന്ന്. സ്കൂളിൽ പോകുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും വീട്ടിലിരിക്കുകയല്ലായിരുന്നു, നമ്മളെപ്പോഴും യാത്രകളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ ഒത്തിരി കൂട്ടുകാരുണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ കുട്ടികളുടെ കൂടെ ഇരിക്കുന്ന സമയത്തൊന്നും ഒരിക്കലും അങ്ങനെ രസകരമായിട്ടുള്ള സാധനം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ബേസിക്കലി അവരെപ്പോഴും നമ്മളെ കാണുമ്പോൾ എടാ ഭാഗ്യവാനി, നിങ്ങൾ സ്കൂളിൽ പോവാതെ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ള സാധനമാണ് അവർ നമ്മളെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മേ ബി അതുകൊണ്ടായിരിക്കാം ലൈക്ക് എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് സ്കൂളിൽ പോകണം എന്നുള്ളൊരു സാധനം വരാണ്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞിലെ മുതൽ നമ്മുടെ കൂട്ടുകാരൊക്കെ സമപ്രായക്കാരൊക്കെ സ്കൂളിൽ പോകുന്നവരായതുകൊണ്ട് തന്നെ അവർ വഴി നമുക്ക് കിട്ടുന്നൊരു ഇമേജാണ് സ്കൂളിനെ കുറിച്ചൊക്കെ ഉള്ളത്. അപ്പോൾ കുഞ്ഞു പ്രായത്തിൽ നമ്മളെന്താ ചിന്തിക്കുക, അവർ പേടിക്കുന്നൊരു സ്ഥലം, എന്തോ ഒരു ഡേഞ്ചർ സോണാണെന്ന് നമുക്ക് തോന്നാനും മാത്രമുള്ളൊരു പ്രസൻസാണ് ഈ കുട്ടികളുടെ ലൈഫിൽ സ്കൂൾ ഉണ്ടാക്കുന്ന ഒരു തോന്നൽ നമുക്ക് കുഞ്ഞിനെ തന്നെ ഫീഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഭക്ഷണത്തോട് വിയോജിപ്പുണ്ടെങ്കിൽ നിർബന്ധിച്ച് ഭക്ഷണം കൊടുപ്പിക്കുക. നിർബന്ധിച്ച് എഴുതിച്ചാൽ അവരൊരിക്കലും എഴുതില്ല. നിർബന്ധിച്ച് പഠിപ്പിച്ചാലാണെന്നുണ്ടെങ്കിൽ നിർബന്ധിത വിദ്യാഭ്യാസം ഇവിടെ നിർത്തലാക്കണം. നമ്മൾ അൾട്ടിമേറ്റ്ലി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ പ്ലസ് പോയിൻ്റായിട്ട് എപ്പോഴും തോന്നും. നമുക്ക് നമ്മളെ തന്നെ സാക്രിഫൈസ് ചെയ്ത് ഒന്നിൻ്റെയും കൂടെ നിൽക്കേണ്ടി വരുന്നില്ല, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ലൈഫ് എനിക്ക് എൻ്റെ ജീവിതം ഇങ്ങനെ ആയതുകൊണ്ട് മാത്രം കിട്ടിയതാണ്. ഒരു 10-16 സ്റ്റേറ്റ് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കൊറിയ എന്ന് പോയിരുന്നു, നേപ്പാളൊന്ന് ചെറുതായിട്ട് ടച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി പോവാൻ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേഘാലയ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. മേഘാലയ, വിയറ്റ്നാം. എൻ്റെ കുഞ്ഞുങ്ങൾ നല്ല സന്തോഷത്തിൽ, സമാധാനത്തിൽ, ഇഷ്ടത്തിൽ എൻജോയ് ചെയ്ത് നടക്കുന്ന കാണുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. ഒരു സന്തോഷം അതിനപ്പുറം വലിയ സന്തോഷമൊന്നുമില്ല എനിക്ക്. ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ബാല്യം ആസ്വദിക്കപ്പെടണം. അവർക്ക് കിട്ടുന്ന പ്രോത്സാഹനങ്ങളെ, അവരുടെ അംഗീകാരങ്ങൾ, അതാണ് പിൽക്കാലത്ത് അവരെ നല്ല നിലയിലേക്ക് എത്തിക്കുന്നതും നല്ല നിലയിൽ എത്തിയാൽ തന്നെ ആത്മവിശ്വാസത്തോട് മുന്നോട്ട് പോകാൻ പറ്റുന്നതും. പഠിക്കണം, അറിഞ്ഞു പഠിക്കണം, അനുഭവിച്ച് പഠിക്കണം. സ്കൂൾ വിദ്യാഭ്യാസം ഇല്ലാതെ എന്ത് നഷ്ടപ്പെടുത്തി എന്നതല്ല, എന്ത് നേടി എന്നതാണ് ഇവർക്ക് പറയാനുള്ളത്. ക്യാമറമാൻ വിനു തോമസിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.